ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ്. അപ്പോൾ അഖില കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൗതം കയറി വരുന്നത്. അപ്പോൾ ഗൗതം കയറി വന്നു. ഉടനെ തന്നെ എന്നിട്ട് കയ്യിലൊരു പേന ഉണ്ടായിരുന്നു കേട്ടോ. ആ പേന വെച്ചിട്ട് ഈ കണ്ണാടിയുടെ ഗ്ലാസ്സിൽ ഇങ്ങനെ എഴുതുകയാണ്, കൗണ്ട് ഓൺ സ്റ്റാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇതെന്താ ഇങ്ങനെ എഴുതുന്നതെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് കൗണ്ട് യുവർ ഡേയ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി കുറേ നേരം നോക്കിയിട്ട് ഇതെന്താ ഇവരിങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അഖില ഇങ്ങനെ നിന്നു. പോകാൻ തുടങ്ങിയപ്പം ഒന്ന് നിന്നേ എന്ന് പറഞ്ഞു. എന്താ ഇത് എന്ന് ചോദിച്ചു. നിനക്കെന്താ ഇംഗ്ലീഷ് അറിയില്ലേ? നീ കോളേജിൽ പോയിട്ടുണ്ടെന്നാണല്ലോ നിൻ്റെ അച്ഛൻ പറഞ്ഞത്. എന്തേ അപ്പോൾ അത് കള്ളാണോ എന്ന് ചോദിച്ചോട്ടെ ഗൗതം. ഓ, അപ്പം കള്ളം പറഞ്ഞെന്നെ പറ്റിച്ചതല്ലേ എന്ന് ചോദിച്ചു. നല്ല ടീം തന്നെ, ഞങ്ങൾക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല, സത്യസന്ധമായ ആൾ തന്നെയാണ്. എങ്കിൽ കേട്ടോ, നീ ഇവിടെ നിൽക്കുന്ന നാളുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന അർത്ഥം, ഞാനതാ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അഖിലൊന്ന് ഞെട്ടി. നിനക്ക് മലയാളം നന്നായി അറിയാലോ അല്ലേ? 1 2 3 4 അങ്ങനെ എണ്ണി നോക്കി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം നിന്നിട്ട്, എന്താടി നീ നോക്കുന്നത്? നീ നോക്കിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നിനക്കെന്നെ അധികം നാൾ ഒന്നും നോക്കാൻ കഴിയില്ലല്ലോ, കാരണം നീ ഈ വീട്ടിൽ അധികം നാളൊന്നും ഉണ്ടാവില്ല. വീട് വിട്ട് പോവല്ലേ എന്ന് ചോദിച്ചു. ഡിവോഴ്സ് നോട്ടീസ് ഞാൻ അയക്കുന്നതിന് മുൻപ് നീ അയക്കും എന്നല്ലേ പറഞ്ഞത്? ആരയച്ചാലും ഇപ്പം എന്താണേലും പോകേണ്ടി വരുമല്ലോ, അതാ ഞാൻ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, മനസ്സിലായോ? അപ്പം നോക്ക്, നമുക്കിടയിലുള്ള ഒരു സാധാരണ പ്രശ്നം മാത്രമാണ്. അത് നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ചുമ്മാ ഊതി വീർപ്പിച്ച് അത് വലുതാക്കല്ലേ ഗൗതം. ദേ, വലിയ വിഷയമാക്കാതെ എന്ന് പറഞ്ഞ ഉടനെ അഖില, നമുക്കിടയിലെ പ്രശ്നം ചേച്ചിയെയും അർജുനേട്ടനെയും അത് വല്ലാണ്ട് ബാധിച്ചു പോവും. എന്തിനാ അവരുടെ സന്തോഷം കൂടി ഇല്ലാണ്ടാക്കുന്നത്? അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്ന് കരുതി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം നിൻ്റെ ഒപ്പം ജീവിതം നശിപ്പിക്കണം എന്നാണോ പറയണത്? ജീവിതകാലം മുഴുവൻ നിന്നെ ഈ മുഖം കണ്ട് ഞാൻ എങ്ങനെ കഴിയും എന്ന് ചോദിച്ചു. നീ തന്നെ പറ. അപ്പം അഖിലൊന്നും മിണ്ടാതെ ഇങ്ങനെ നിന്നു കേട്ടോ, തലകുനിഞ്ഞ്. എന്താ നീ എന്താ കരയാണോ എന്ന് ചോദിച്ചു. കരയോ? ഞാനോ? ഒരിക്കലുമില്ല, ഞാൻ കരയില്ല. അത് നിൻ്റെ മുന്നിൽ ഒരു കോംപ്രമൈസിനും ഞാനില്ല. ആട്ടിക്കൊണ്ടത് ഞാനാ, വേദനിച്ചത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയതിൽ നീ മറുപടി എഴുതുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതൊരുമാതിരി നീ എന്നോട് കെഞ്ചുന്ന പോലെ ആയിപ്പോയി. കഷ്ടം. എന്നോട് നിനക്ക് ലവ് തോന്നുന്നുണ്ടോ? അതാണോ നീ കെഞ്ചിയത്? ലവോ? നിന്നോടോ എന്ന് ചോദിച്ചു. ഒരു പുച്ഛബാധി തന്നെ അഖില. ചിരിപ്പിക്കാതെ പോലെ ഇതിന് മറുപടി അത് ഞാൻ എഴുതാം എന്ന് പറഞ്ഞുകൊണ്ട് അഖില വേഗം, നിനക്ക് മറുപടി ഞാൻ തന്നെ എഴുതിത്തരാം എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കെട്ടി ഇങ്ങനെ നിന്നു. ഞാനേ നിന്നേക്കാൾ അഭിമാനമുള്ള പെണ്ണ് തന്നെയാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ഇത് കണ്ടപ്പോഴത്തേനും അടി കിട്ടിയ പോലെ ഗൗതത്തിനുമായി. പ്രതീക്ഷിച്ചില്ല ഗൗതവും. അപ്പോൾ ഇന്ന് നിന്നിട്ട് കൈ ഇങ്ങനെ കെട്ടി നിന്നിട്ട്, ലക്ഷ്യത്തിലായാലും ധൈര്യത്തിലായാലും അഭിമാനത്തിലായാലും ഞാൻ നിന്നേക്കാൾ മുമ്പിൽ തന്നെയാടാ എന്ന് പറഞ്ഞു. അതിൽ ഒരു കുറവും വരാൻ പോണില്ല എന്ന് പറഞ്ഞോണ് അഖില ഇത് എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കാണാം നമ്മുടെ കാഞ്ചനേനെയും മല്ലികനെയാണ്. അപ്പോൾ രണ്ടുപേരും പണി കൊടുക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്, പുറത്ത് വെയിറ്റ് ചെയ്ത്. അപ്പോൾ തേരാപ്പാര മല്ലിക ഇങ്ങനെ നടക്കുന്നു. എടി, നീ പറഞ്ഞ ആൾ ഇതുവരെ എത്തിയില്ലല്ലോ, ഇതുവരെ എത്താത്ത എന്താ? ഇപ്പം വരുവേണേമ്മേ, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എവിടെ? അവർ ഉറപ്പായിട്ട് വരുവേളേമ്മേ എന്ന് പറഞ്ഞു. ഞാൻ നല്ല കാശ് കൊടുത്തിട്ടുണ്ട്, അവർ വരാണ്ടിരിക്കില്ല. ഇന്നത്തോടെ അർജുനും മീനും വഴക്കടിച്ച് പിരിയണം. നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾ തന്നെയല്ലേ വരുന്നത്? അതെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി വരികയാണ് കേട്ടോ. വാ രാധിക, നിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി അങ്ങോട്ടേക്ക് എത്തി. ഹായ് കാഞ്ചന, ഇതാ ഞാൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞു. ഇവരോട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നീ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നല്ല മേനയായിട്ട്. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. വേഗം തന്നെ ഇതിപ്പം മീനുൻ്റെ കയ്യിലായിരിക്കണത്. മീനു എന്താ പറയുക, എടുത്ത് ഹലോ എന്ന് പറയുന്നതിന് മുൻപ് നീ സംസാരിക്കണം. ഹലോ അർജുൻ, നിൻ്റെ ഭാര്യ ഉറങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് നീ അങ്ങ് തുടങ്ങിയാൽ മതി. അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വേഗം അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ ലൗഡ് സ്പീക്കറിലിട എന്ന് പറഞ്ഞ് വേഗം സ്പീക്കറിലിട്ട് ഇവർ 3 പേരുടെ കേൾക്കുകയാണ്. അപ്പോൾ അർജുനും മീനു നല്ല ഉറക്കത്തിലാണ്. ഈ സമയം ഫോൺ ബെല്ലടിച്ചു. മീനു വേഗം എഴുന്നേറ്റിട്ട് വേഗം ഫോൺ എടുക്കണം. അപ്പോൾ വേഗം ഫോൺ എടുത്തപ്പോഴത്തേനും ഹലോ
അപ്പം വേഗം തന്നെ ഇവള് അതെ ഹലോ അർജുൻ, നിന്റെ ഭാര്യ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പം മീനുവിനൊരു സംശയം. മീനു ഇങ്ങനെ മിണ്ടാതെ നിന്നു. ഹലോ, ആരാ സംസാരിക്കണത് എന്ന് ചോദിച്ചു. ഹലോ അർജുൻ എന്ന് വിളിച്ചു. അപ്പോൾ വേഗം തന്നെ ഫോൺ കട്ടാക്കി. വേഗം കട്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ കാഞ്ചനയ്ക്കൊക്കെ. ശേ, കട്ടായല്ലോ, ആരായിരിക്കും എന്നൊന്ന് മീനു ഇങ്ങനെ ടെൻഷൻ അടിച്ചു വിട്ടോ. എന്താ ആരാ ഇങ്ങനെ എന്നൊന്ന് അർജുൻ നോക്കുകയാണ്. അത് പിന്നെ ഫോൺ എടുത്തപ്പോൾ തന്നെ ഭാര്യ ഉണങ്ങിയെന്നാണല്ലോ ചോദിച്ചത്. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അർജുൻ്റെ ഫോണിലേക്ക് ആരായിരിക്കും വിളിച്ചിരിക്കുക എന്നൊക്കെ മീനു ഒന്ന് ടെൻഷൻ അടിച്ച് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് മീനു കിടന്നു. അതെ, ഇപ്പം തന്നെ അവൾക്ക് ടെൻഷനായി, അവൾക്ക് ഉറക്കം കിട്ടാതെയാവും. അവൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും എല്ലാ രാത്രിയും താൻ ഉറങ്ങിയതിന് ശേഷം അർജുനെ അവളെ വിളിക്കുന്നുണ്ടാവോ എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒടുക്കം നീ ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് നിനക്ക് ഫോൺ ചെയ്യും, നീ കാത്തിരുന്നോ എന്നൊക്കെ പറയാണ്. പക്ഷേ ഇതൊന്നും കൂസാതെ നമ്മുടെ മീനു ദേണ്ട അർജുനെയും കെട്ടിപ്പിടിച്ച് കിടന്ന ഉറക്കമാണ് കേട്ടോ. ആൾക്കിതൊന്നും ഏശിയിട്ടില്ല. അപ്പോൾ കാഞ്ചന ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവളൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു പ്രതികരണവും ഇല്ലല്ലോ, അവളെ വിളിക്കണില്ലല്ലോ. ഇളയമ്മേ, നീ ഒരു കാര്യം ചെയ്യേ, ഇനി അവൾ കേട്ട് കാണില്ലേ, ഒന്നുകൂടി ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഒന്നുകൂടി വിളിച്ചു. അപ്പോൾ മീനു വീണ്ടും ഫോൺ എടുത്തു. ഹലോ, ഞാനാ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അതെ, നിൻ്റെ ഭാര്യ മീനു ഉറങ്ങിയോ? പിന്നെ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കലിപ്പിലാണ് ചോദിക്കണത്. അപ്പോൾ വേഗം ഹലോ ചോദിച്ച് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫോൺ കട്ടാക്കി കേട്ടോ. അപ്പോൾ വീണ്ടും ഫോൺ കട്ടാക്കിയിട്ട് ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം മീനു ഇങ്ങനെ ആലോചിച്ചിരുന്നു. കേട്ടില്ലേ, അവൾക്ക് ദേഷ്യം വന്നത്. മല്ലികയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം മീനു ഈ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അർജുനെ വിളിച്ചെഴുന്നേപ്പിച്ച് ആരടാന്ന് ചോദിച്ചാൽ അവൾ വഴക്കടിക്കുന്നത് കാണും. ഒന്നും നോക്കിയില്ല, മീനു തിരിച്ച് നേരെ റിപ്പീറ്റ് അവളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദേ, ആ നമ്പറിൽ നിന്ന് കോൾ വരുന്നത് കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. എങ്കിൽ വേഗം എടുക്ക്, സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ എടുത്തു രാധിക. ഹലോ, ഫോൺ ലൗഡ് സ്പീക്കറിലിട എന്ന് പറഞ്ഞു വേഗം. അപ്പോൾ ഇവരൊന്ന് ഞെട്ടിപ്പോയി. ഇട്ടോ? അല്ല, ലൗഡ് സ്പീക്കറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. എന്താ കാഞ്ചനേച്ചി എന്ന് ചോദിച്ചു മീനു. ഞെട്ടി തരിച്ചു പോയി. എന്താ കാഞ്ചനേച്ചി, ഈ സമയം എത്രയായി, ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ദേ, മനുഷ്യരായ ഇത്രയും ചീപ്പാവരുത് കേട്ടോ. എന്ത് വൃത്തികെട്ട പണിയാണ് നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞത് കേട്ടില്ലേ, പോയി കിടന്ന് ഉറങ്ങാനാ പറഞ്ഞത്. എല്ലാം കീഴ്മേൽ മരിക്കും എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, അടുത്ത് കാണുമല്ലോ അല്ലേ അവർ എന്ന് ചോദിച്ചു. എന്നാലേ വേറെ ജോലിയൊന്നുമില്ലേ നിങ്ങൾക്ക്? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ ഡി, നീ ആരോടെ സംസാരിക്കണം എന്ന് ചോദിച്ച് കാഞ്ചന എടുത്തു ചാട്ടത്തിൽ അങ്ങ് സംസാരിച്ചു പോയി. അപ്പം മല്ലിക വേഗം വാ പൊത്തി കേട്ടോ. അടിപൊളി, നന്നായി കേട്ടോ. ഞാൻ നിങ്ങളാണോന്നറിയാനായിട്ട് ഏകദേശം ഒരു രൂപം വെച്ച് വെറുതെ അങ്ങ് തട്ടിയതാ. എന്താണെങ്കിലും ഇപ്പം കൺഫേം ആയിട്ടോ, കൊള്ളാം, സൂപ്പർ. എന്തായാലേ ദേ, നിങ്ങൾ രണ്ടുപേരും കേൾക്കാനായിട്ട് ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് നിങ്ങളെ പിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. അതിന് നിങ്ങൾ കച്ച കെട്ടി ഇറങ്ങണ്ട. ആര് വിചാരിച്ചാലും എന്താണേലും ഞങ്ങളെ രണ്ടാക്കാൻ കഴിയില്ല. അത് പ്രതീക്ഷിക്കുകയും വേണ്ട. വേദനിപ്പിക്കാനും വഴക്കടിപ്പിക്കാനും കഴിയില്ല. പോയി കിടക്കാൻ നോക്ക്. പോയി പരസ്പരം താരാട്ടുപാട്ടൊക്കെ പാടി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. വച്ചിട്ട് പോ എന്ന് പറഞ്ഞു മീനു കട്ടാക്കി കേട്ടോ ഫോൺ. ആകെ നാണം കിട്ട ചമ്മിച്ചാളങ്ങി നിൽക്കാണ് നമ്മുടെ മല്ലികയും കാഞ്ചനയും. അപ്പോൾ ഇത് കണ്ട മീനുവിന് ഭയങ്കര സന്തോഷമായി. മീനു ഇങ്ങനെ എന്നിട്ട്, എൻ്റെ മുത്ത, എൻ്റെ ദൈവ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നീ ഉള്ളപ്പോൾ ഞാൻ എന്ത് പേടിക്കാനാടാ? നീ എൻ്റെ ചങ്കായിട്ട് കൂടെയില്ലേ? എനിക്കറിയാം നിന്നെ, ഒന്നും എനിക്ക് ഏശില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, അർജുൻ്റെ നെഞ്ചോട് ചേർന്ന് മീനു കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ അഖില ഇങ്ങനെ മാറാലയൊക്കെ തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് ഗൗതം വീണ്ടും വന്നു ഭയങ്കര പാട്ട്. അപ്പോൾ ഭയങ്കര പാട്ടൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോ വീട്ടിൽ പോ എൻ്റെ വീട്ടിൽ നിന്ന് പോ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടുന്ന പോലെ പാടുകയാണ്. കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട്, നീ എന്തടി ഇങ്ങനെ നോക്കുക എന്ന് ചോദിച്ചു. പറഞ്ഞു കേട്ടില്ലേ, പേപ്പർ വരും, സൈൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ചൂലെടുത്ത് ഒരു ഏറ് വെച്ച് കൊടുത്തു. ദേ, നീ പറഞ്ഞതും ചെയ്തതും ഒന്നും ഞാൻ മറക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞതും നീ മറക്കണ്ട. എൻ്റെ വീട്ടിലെ നിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങ് പോയി. അഖില, ഇതെന്താ ഇവൻ ഇങ്ങനെ ചുമ്മാ എന്നോട് വഴക്കടിക്കുകയാണല്ലോ? എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ? എനിക്ക് ഒരു സമാധാനം തരുന്നില്ലല്ലോ, നാശം പിടിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് അഖില ഇങ്ങനെ നിൽക്കുകയാണ്.
പിന്നത്തെ ദിവസം ദേണ്ട അർജുനോട് കാര്യങ്ങളൊക്കെ മീനു പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരോട് ചിരിക്കുകയാണ് ഈ കോമഡിയൊക്കെ കേട്ട്. ഈ കാഞ്ചനേച്ചി എന്ത് മണ്ടി എൻ്റെ മീനു. മല്ലിക ഇളയമ്മയുടെ കാര്യം പിന്നെ അവർക്ക് നമ്മളെ അറിയില്ല, പക്ഷെ ചേച്ചി അങ്ങനെയാണോ? എന്താണെങ്കിലും ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും നമ്മളെ തെറ്റിക്കാൻ കഴിയില്ലെന്ന് ചേച്ചിക്കറിയാലോ. എന്നിട്ടും ആ ചേച്ചി അവർ ട്രൈ ചെയ്ത് നോക്കട്ടെന്നേ. ഇതൊക്കെ ഒരു രസമല്ലേ? ഈ കല്യാണം ഒന്ന് വേഗം കഴിഞ്ഞാൽ മതിയായിരുന്നു, പക്ഷേ ഡേറ്റ് മാറ്റാൻ കഴിയില്ലല്ലോ. ഡേറ്റ് വരെ പോട്ടെ, എന്താണെങ്കിലും അവർ പോയി കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയാൽ മതി എന്ന് പറഞ്ഞു. അതിനൊക്കെ സമയമുണ്ട്. അത് ആ സമയത്തായിക്കോളും എന്ന് പറഞ്ഞു അർജുൻ. അപ്പോൾ കാഞ്ചനയും മല്ലികയും കൂടെ നാണം കെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പതുക്കെ ഇങ്ങനെ നോക്കിയപ്പം അർജുനെയും മീനുനെയും കാണുന്നില്ല. ഭാഗ്യം, രണ്ടു പേരുമില്ല. അവരുടെ മുഖത്തിന് എങ്ങനെ നോക്കും? ഇനിയിപ്പം എങ്ങനെയെങ്കിലും വേഗം കൂട്ടാകാം. അപ്പോൾ കാഞ്ചന പുറത്തേക്ക് പോകാനാണ്. നീ വേഗം ചെല്ല് വാ എന്ന് പറഞ്ഞ് മല്ലിക വേഗം കാഞ്ചനയും കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ വേഗം തന്നെ എന്നാലേ അളേമേ എന്നാൽ പിന്നെ എനിക്ക് ഒരിടം പോകാനുണ്ട് കേട്ടോ, അത്യാവശ്യമാണേ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അയ്യോ പോലെ ചേച്ചി, അവിടെ നിൽക്ക്. എവിടെയാ ചേച്ചി എൻ്റെ കാമുകി എന്ന് ചോദിച്ചു അർജുൻ. കാമുകിയോ? അതെ, നിങ്ങൾ രണ്ടുപേരുടെ ഇന്നലെ രാത്രി എനിക്ക് പുതിയതായിട്ടുണ്ടാക്കിയ ഒരു കാമുകി ഉണ്ടായിരുന്നല്ലോ, അതെവിടെയാന്നാ ചോദിച്ചത്. എന്നാ നിങ്ങളുടെ കൂടെ അല്ലേ ഉണ്ടായിരുന്നത്? അല്ല അതെ ചിലയുമ്പോൾ ഞാൻ ചെല്ലട്ടെ കേട്ടോ വേഗം എന്ന് പറഞ്ഞ് കാഞ്ചന വേഗം സ്കൂട്ടായി. മല്ലിക അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം അല്ല ചെറിയമ്മ ഒന്ന് നിന്നേ, ചേച്ചിയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നിങ്ങളെ നടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആട്ട് ഭ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. കല്യാണം കഴിക്കാത്തതിൻ്റെ കുറവായി എനിക്കെന്നല്ലേടാ നീ പറഞ്ഞത്? അതെ. അല്ല, ആരെങ്കിലും പെൺകുട്ടികൾ വിളിച്ച് സംസാരിച്ചാലൊന്നും ഞങ്ങൾ തമ്മിൽ തെറ്റാൻ പോണില്ല. ദേ ഈ മത്സരത്തിൽ ഞങ്ങൾ തന്നെ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞ് മീനുനെയും കൂട്ടി അകത്തേക്ക് പോയി അർജുൻ. കാണാം ആര് തോക്കും ആര് ജയിക്കുമെന്ന് കാണിക്കാൻ നിങ്ങളെ ഞാൻ അകറ്റിയിരിക്കും എന്ന് പറഞ്ഞ് മല്ലികയും നിൽക്കുവാണ്. പിന്നെ കാണുന്നത് ജീവനെയാണ്. അപ്പോൾ അതേ കാഞ്ചന അങ്ങോട്ടേക്ക് എത്തി. എന്താ വൈകിയത്? ഞങ്ങൾ പെൺകുട്ടികൾക്ക് അങ്ങനെയാട്ടോ, ആണുങ്ങളെ പോലെ തോന്നുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു, ഇനി ഞാൻ ചോദിക്കില്ല, എത്ര വേണേലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഗിഫ്റ്റ്. എന്താ ഇത്? നിനക്കുള്ള ഗിഫ്റ്റായത് എന്ന് പറഞ്ഞു. ദാ ഞാൻ തുറന്നു നോക്കണ്ടല്ലോ, വീഡിയോ കോളിൽ കാണിച്ച സാരി തന്നെയല്ലേ? അതെ. എന്താണെങ്കിലും എനിക്കിങ്ങനെ ആരും ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല, താങ്ക്സ് എന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കാഞ്ചന അപ്പുറത്തേക്ക് വന്നിട്ട് അത് വാങ്ങാൻ ഞാൻ കൈ നീട്ടിയിട്ട് വേണ്ടേ? എനിക്ക് വേണ്ട ഗിഫ്റ്റൊക്കെ എൻ്റെ അനിലേട്ടൻ വാങ്ങി തന്നോളും. ആർക്ക് വേണം നിൻ്റെ ഗിഫ്റ്റ് എന്നൊക്കെ ചോദിച്ചിങ്ങനെ. എന്താ കാഞ്ചന നീ ആലോചിച്ചത്? ഒന്നുമില്ല, ജീവേട്ടൻ പറഞ്ഞില്ലേ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിത്തരുമെന്ന്, അതാലോചിച്ചതാ. അപ്പോൾ ജീവൻ വേഗം തരൂടി, നിനക്ക് ഞാൻ ഒന്നൊന്നര ഗിഫ്റ്റ് തന്നെ തരും, എൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ ജീവനും. എന്താ ജീവേട്ട ആലോചിച്ചത്? ഒന്നുമില്ല, ഞാനേ ഈ കാഞ്ചനയുടെ ഓരോ കാര്യങ്ങളിങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ചതാ, സന്തോഷം കൊണ്ട് സ്റ്റക്കായി നിന്നു പോയതാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.